ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 8-ാമത്തെ വാക്യം. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ എപ്പോൾ. 7-ാമത്തെ വാക്യം. എന്നാൽ ദേശത്ത് മഴ പെയ്യായകയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. ഏലിയാവിനോട് നൽകുന്ന ദൈവാത്മാവിൻ്റെ ഒരു ഇടപെടലാണിത്. കെരീത്തിലായിരിക്കുന്ന പ്രവാചകൻ ഇപ്പോൾ തൻ്റെ മുമ്പിൽ കൂടി ഒഴുകിക്കൊണ്ടിരുന്ന കെരീത്ത് തോട് പറ്റി. കാക്കയുടെ വരവും നിന്നു. അടുത്ത സ്റ്റെപ്പ് പ്രവാചകനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. എന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രവാചകൻ്റെ അല്ല, അത് ദൈവത്തിൻ്റെത് മാത്രമാണ്. നാം പലപ്പോഴും നമ്മുടെ അടുത്ത ഘട്ടം, അടുത്ത മാർഗം, അടുത്ത വഴി, മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്ന് പലപ്പോഴും നാം വിചാരപ്പെട്ട് ഒത്തിരി മനസ്സ് ക്ഷീണിക്കാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ ഏലിയാവിന് വേണ്ടി അടുത്തൊരു ഓപ്പണിംഗ് ഒരുക്കിയത് സർവശക്തനായ ദൈവം തന്നെയാണ്. ഏലിയാവ് കണ്ടുപിടിച്ചതല്ല സാരാഫത്ത്. സാരാഫത്തിലെ വിധവയെ ഏലിയാവ് പോയി കണ്ടെത്തിയതല്ല. അത് ദൈവത്തിൻ്റെ ഒരു കരുതലായിരുന്നു. അത് ദൈവത്തിന് മാത്രം വഴിയായിരുന്നു. സാരാഫത്തിൽ പല വിധവമാരുണ്ടായിട്ടും ഏലിയാവിനെ പുലർത്തുവാൻ ദൈവമാണോ ഒരു വിധവയോട് കൽപ്പിച്ചത്? പ്രിയമുള്ളവരെ, കാക്കയോട് കൽപ്പിച്ച ദൈവം ഏലിയാവിന് വേണ്ടി ഇവിടെ വിധവയോട് കൽപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ ഒരു കൽപ്പന പുറപ്പെട്ടു വരും. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ നാളേക്ക് വേണ്ടി, നിങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി കുറുക്കുവഴികളോ പോംവഴികളോ കണക്ക് കൂട്ടലുകളോ മാനുഷ്യമായ നമ്മുടെ പദ്ധതികളൊന്നും ആവശ്യമായി വരുന്നില്ല. നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്, മാർഗമുണ്ട്, അതിനുള്ള പദ്ധതികളുണ്ട്. കെരീത്തിലെ തോട് വറ്റട്ടെ, കാക്കയുടെ വരവ് നിലയ്ക്കട്ടെ. ദൈവം ഒരുക്കുന്ന ദൈവിക പദ്ധതികൾ ഇന്നലത്തെക്കാൾ ഇന്ന് അത് ശ്രേഷ്ഠമായി തീരും. സാരാഫത്തിലെ ചിത്രം നമുക്കറിയാം. കഠിന ക്ഷാമം നിമിത്തം അമ്മയും മകനും മരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന ദിവസം. നാളെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ല, ഭാവിയെക്കുറിച്ച് അവർക്ക് ഒരു ചിന്തയില്ല, എങ്ങൊന്നും ഒരു പരിഹാരം അവർക്ക് ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ഇപ്രകാരം ഒരു അവസ്ഥയിലാണ് ഈ കുടുംബമായിരിക്കുന്നത്. ഇവിടെ കുഞ്ഞിനോട് കൂടെ മരിക്കുന്ന അമ്മ. ഒരു വീട്ടിൽ 2 മരണം ഏതാനും നിമിഷങ്ങൾക്ക് സംഭവിക്കും. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ആഹാരം കഴിച്ചിട്ട് മരിക്കുന്നു. ആരാണ് ആഹാരം കഴിക്കുന്നത്? ജീവിച്ചിരിക്കണമെന്ന് ആശിക്കുന്നവർ, നാളെക്കുറിച്ച് പ്രതീക്ഷയുള്ളവർ. ശാരീരികവും മാനസികമായി ബലം പ്രാപിക്കുവാൻ ആഹാര പദാർത്ഥങ്ങൾ ആവശ്യമാണ്. ഇന്ന് ആഹാരം കഴിച്ചിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സഹോദരിയെ ഏലിയാവ് കണ്ടുമുട്ടില്ല. പക്ഷേ മരിക്കണമെന്നാണ് പ്രവാചകനോട് താൻ അടുത്തത് പറയുന്നത്. ആഹാരം കഴിച്ചിട്ട് മരിക്കുക. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വിരോധാഭാസമായി തോന്നും. എന്തിനാ ആഹാരം കഴിച്ചിട്ട് മരിക്കുന്നത്? അവിടെ പ്രവാചകന് ഈ കുടുംബത്തോടൊരു ദൂതുണ്ടായി. അതുകൊണ്ട് മാത്രമായിരിക്കും ഏലിയാവിനെ ആ വീട്ടിലേക്ക് തന്നെ അയച്ചത്. ഈ സഹോദരി ഈ അപ്പം എടുത്ത് അടയുണ്ടാക്കി കഴിച്ചാൽ അത് തിന്നിട്ട് ഇവർ മരിച്ചു പോകും. പക്ഷേ ആ അപ്പം ആ സഹോദരി മകനും കഴിക്കാതെ ഏലിയാവിന് കൊടുത്താൽ ഇവർ രണ്ടുപേരും ജീവിക്കും. ഈ വിധവയുടെ ലാസ്റ്റ് മീലാണ്, പക്ഷെ അത് പ്രവാചകന്റെ ഫസ്റ്റ് മീലായി മാറി. അപ്പോൾ ഈ വിധവയുടെ ലാസ്റ്റ് ഡേ എന്ന് അവർ കണക്കൂട്ടിയ അവസാന ദിവസത്തിന് അന്ത്യം കുറിക്കുവാൻ അവരുടെ തീരുമാനങ്ങൾക്കോ ചിന്തകൾക്കോ താല്പര്യങ്ങൾക്കോ കഴിഞ്ഞില്ല. ക്ഷാമം തീരും കാലം വരെ, മഴ പെയ്യും കാലം വരെ, ദേശത്തിന് വരൾച്ച മാറുന്ന കാലം വരെ അവിടെ ആ കുടിലിൽ അത്ഭുതം സംഭവിച്ചു. കെരീത്തിൽ വഴി അടഞ്ഞെങ്കിൽ 2 വഴി സാരഫത്തിൽ തുറന്നു. കലത്തിലെ മാവിലും ഭരണിയിലെ എണ്ണയിലും ദൈവം അത്ഭുതം ചെയ്യുന്നു. അതെ, ഈ സഹോദരി കഴിക്കാമെന്ന് പറഞ്ഞ അപ്പം ഇപ്പോൾ ഏലിയാവ് കഴിച്ചു. ഏലിയാവിന് വയറ് നിറഞ്ഞു, പക്ഷേ സഹോദരി വീണ്ടും ജീവിച്ചു. ഇതാണ് പ്രിയമുള്ളവരെ ദൈവിക പദ്ധതി. ഏലിയാവ് കൂടാതെ ഈ സഹോദരിക്കും ജീവനില്ല, ഈ സഹോദരി കൂടാതെ ഏലിയാവിനും നിലനിൽപ്പില്ല. ഇതൊക്കെയാണ് ദൈവിക പദ്ധതികൾ. നമ്മുടെ വിചാരങ്ങളല്ല, നമ്മുടെ കാൽക്കുലേഷൻ അല്ല, മാനുഷ്യമായ നമ്മുടെ തീരുമാനങ്ങളുമല്ല. നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. കെരീത്തിൽ സംഭവിക്കുന്നതെല്ലാം സംഭവിക്കട്ടെ. കെരീത്തല്ല നമ്മുടെ വിഷയം. അതിനപ്പുറമായി സാരാഫത്തിലേക്ക്, അത്ഭുതങ്ങളുടെ ദിനങ്ങളിലേക്ക്, ദൈവപ്രവൃത്തിയുടെ ദീർഘനാളുകൾ ആ ഭവനത്തിൽ, ആ കുടുംബാംഗങ്ങൾ ഏറിയ നാൾ അഹോർത്തി കഴിക്കുവാൻ ഇടയായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഗോഡ് ബ്ലെസ് യു.